ഓം ശാന്തി. ആധ്യാത്മിക ഉന്നതിക്ക് പല മാർഗങ്ങൾ ബ്രഹ്മകുമാരീസിൽ പറഞ്ഞു തരുന്നുണ്ട്. അതിൽ വളരെ മുഖ്യമായിട്ടുള്ളൊരു വിധിയാണ് ആത്മപരിശോധന, ചാർട്ട് എഴുതുക എന്നത്. ബ്രഹ്മകുമാരീസിൻ്റെ സ്ഥാപകനായിട്ടുള്ള ബ്രഹ്മ ബാബ കുട്ടിക്കാലം മുതൽക്ക് തന്നെ 18ാമത്തെ വയസ്സിൽ ഈശ്വരാന്വേഷണം ആരംഭിച്ചതാണ്. അപ്പോൾ കുട്ടിക്കാലം മുതൽക്ക് തന്നെ ബാബയ്ക്ക് ആത്മപരിശോധന എന്നൊരു ശീലം ഉണ്ടായിരുന്നു. അത് കാരണം 1937 ഇത് ആരംഭിച്ചപ്പോൾ തന്നെ ബ്രഹ്മ ബാബ ആധ്യാത്മിക ഉന്നതിയുടെ വളരെ മുഖ്യമായിട്ടുള്ളൊരു ഘടകമായിട്ട് ആത്മപരിശോധനയ്ക്കും അടിവരയിട്ടിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ബ്രഹ്മകുമാരീസിലെ എല്ലാ അംഗങ്ങളും രാത്രി ഉറങ്ങുന്നതിന് മുമ്പായിട്ട് ചാർട്ട് എഴുതുക എന്ന് പറയും. ചാർട്ട് എഴുതി ആത്മപരിശോധന നടത്താറുണ്ട്. ഒരു കുടം മഴയത്ത് കൊണ്ടുപോയി വെച്ചാൽ അത് നിറയാൻ എത്ര സമയമെടുക്കും? അതിൻ്റെ വയറ് വലുതാണ്, വായി ചെറുതാണ്. അതേപോലെയാണ് ആധ്യാത്മിക ഉന്നതി. വളരെ പതുക്കെയാണ് നമ്മുടെ ഉള്ളിൽ പരിവർത്തനം ഉണ്ടാകുന്നതും പുരോഗമനം ഉണ്ടാകുന്നതും. പുണ്യം സമ്പാദിക്കാൻ അത്ര പ്രയാസമുള്ള കാര്യം. ഓരോ തുള്ളി തുള്ളിയായിട്ട് വീണിട്ട് വേണ്ടേ കുടം നിറയാനായിട്ട്. അതുകൊണ്ട് രാവിലെ ഉണർന്നത് മുതൽക്ക് രാത്രി ഉറങ്ങുന്നത് വരയ്ക്കും നമ്മൾ പുണ്യം സമ്പാദിക്കണം. പാപകർമ്മം നമുക്ക് തരുന്ന ഏറ്റവും വലിയ ശിക്ഷയാണ് ഈശ്വരനിൽ നിന്ന് ദൂരെയാക്കും. പാപം ചെയ്ത് ഉടനെ മനസ്സ് ഭഗവാന്റെ അടുത്ത് പോവില്ല. എന്തെങ്കിലും ഒരു പാപം ചെയ്തിട്ട് നമ്മൾ മെഡിറ്റേഷൻ ചെയ്യാനിരുന്ന് നോക്കിയേ, മെഡിറ്റേഷൻ വരില്ല. മനസ്സ് ആ പാപത്തിലേക്ക് അലിഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് ആദ്യം മനസ്സകലും, പിന്നെ ദേഹം കൊണ്ട് തന്നെ നമ്മൾ അകലും. നമ്മൾ പാപകർമ്മം ചെയ്തു എന്നതിന് തെളിവാണ് ഒന്നുകിൽ നമുക്ക് ദുഃഖം വരും. പാപം ചെയ്താൽ ദുഃഖമാണ് ശിക്ഷ. പിന്നെ നമ്മൾ കാരണം പാപം ചെയ്ത ആരാണോ ബന്ധപ്പെട്ടിരിക്കുന്നത് അവർക്കും ദുഃഖം ഉണ്ടാവും. ആരെങ്കിലും വഴക്ക് പറഞ്ഞാൽ അവർക്കും ദുഃഖം ഉണ്ടാവും. വഴക്ക് പറഞ്ഞാൽ നമ്മുടെ ആധ്യാത്മിക ശക്തി ചോർന്നു പോകും. എത്ര കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ ആധ്യാത്മികമായിട്ടുള്ള ശക്തി സംഭരിക്കുന്നത്? എത്ര പാടുപെട്ടിട്ടാണ് പുണ്യം സമ്പാദിക്കുന്നത്? പിന്നെ വെറുതെയെങ്കിലും നമ്മൾ ഈ തെറ്റുകളൊക്കെ ചെയ്തിട്ട് മറ്റുള്ളവരെ വേദനിപ്പിച്ച് ദുഃഖിപ്പിച്ച് ദേഷ്യപ്പെട്ട് അസൂയയും കുശുമ്പും ഒക്കെ ഉള്ളിൽ ചുമന്നുകൊണ്ട് നടന്ന് വെള്ളത്തിൽ വരച്ച വരെ പോലെ നമ്മൾ ഈ ചെയ്ത പുണ്യത്തെ ഒന്നും ഇല്ലാണ്ടാക്കണോ? അതുകൊണ്ട് പാപം ഇല്ലാണ്ടാകുകയും വേണം, പുണ്യം വർദ്ധിക്കുകയും വേണം. അതിൻ്റെ മേലെ അറ്റൻഷൻ വെക്കണം. അതിന് ചാർട്ട് എഴുതണം നമ്മൾ. അതുകൊണ്ട് മുഖ്യമായിട്ടുള്ള ഒരെണ്ണമാണ് ഒന്ന് ചെക്ക് ചെയ്യേണ്ടതാണ്. ഞാൻ കാരണം ആരും ദുഃഖിക്കാൻ ഇടവന്നില്ലല്ലോ. ദുഃഖം കൊടുക്കരുത്, ദുഃഖം എടുക്കുകയും വരുത്. എടുക്കുക കൊടുക്കുക എന്നാണ് പറയുക, ദുഃഖിക്കരുതെന്നല്ല പറയാറ് ബ്രഹ്മകുമാരീസിൽ. ദുഃഖം എടുക്കരുത്. അവർ ദുഃഖം തന്നാൽ തന്നോട്ടെ, നമ്മൾ എടുക്കാതിരുന്നാൽ പോരെ. ഒരാൾ വിഷം തന്നാൽ ആ വിഷം കുടിക്കണം നിർബന്ധമൊന്നുമില്ല, വേണമെങ്കിൽ കുടിച്ചാൽ മതി. വിഷാന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ കുടിക്കില്ല. അതേപോലെ അവർ ദുഃഖം തന്നപ്പോൾ നമ്മളെന്തിനാണ് സ്വീകരിക്കുന്നത്? നമ്മുടെ അടുത്ത് ജ്ഞാനം ഉണ്ടല്ലോ, ഈശ്വരന് ഓർമ്മയുണ്ടല്ലോ, ഭഗവാനുണ്ട് എന്ന് ഓർമ്മിക്കുമ്പോൾ ദുഃഖം അകത്തേക്ക് കയറില്ല. അതുകൊണ്ട് മുഖ്യമായിട്ട് നമ്മൾ ആത്മപരിശോധന ചെയ്യേണ്ട ഒരു പോയിൻ്റാണ്, ഇന്ന് ഞാൻ ആരെങ്കിലും ദുഃഖിപ്പിച്ചോ? ഞാൻ കാരണം ആരെങ്കിലും ദുഃഖിക്കാൻ ഇടവന്നോ? നോട്ടം കൊണ്ട് പോലും ആരെയും ദുഃഖിപ്പിക്കരുത്, വിചാരങ്ങൾ കൊണ്ട് പോലും ദുഃഖിക്കരുത്. അവർ ചെയ്തതിൻ്റെ ഫലം അവർ അനുഭവിക്കും, അവർ കഷ്ടപ്പെടും, ദൈവം അവർക്ക് കൂലി കൊടുക്കും എന്ന് പോലും ചിന്തിക്കാൻ പാടില്ല. നമ്മൾ തെറ്റിയത് എന്താ പറയുക? ദൈവത്തിനോട് ദൈവം ക്ഷമിക്കണേ എന്നല്ലേ പറയാം, പൊറുക്കണേ, മാപ്പാക്കണേ എന്നല്ലേ പറയാം. അപ്പോൾ നമുക്കൊരു നിയമം, അവർക്ക് വേറെ നിയമമാണോ? അതേപോലെ തന്നെ അവരുടെ കാര്യം വരുമ്പോഴും നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് ശുഭം ചിന്തിക്കണം. ഈശ്വര അവർക്ക് ഇനി തെറ്റ് ചെയ്യാതിരിക്കാനുള്ള ശക്തി നൽകണേ, അവർ തെറ്റുകളെ പൊറുക്കണേ, മാപ്പാക്കണേ, അവർക്കിതിൻ്റെ ഒന്നും ഫലം ഇടവരരുത്, ഇനി അവർ ആവർത്തിക്കാതിരിക്കാനുള്ള ശക്തി അങ്ങ് നൽകണേ, അവർ തെറ്റ് റിയലൈസ് ചെയ്യാനുള്ള പവർ അങ്ങ് നൽകണേ എന്ന് പ്രാർത്ഥിക്കുക വേണ്ടത്. നമുക്ക് കോമ്പറ്റീറ്ററായിട്ടുള്ള ഒരാൾ അവരുടെ പുരോഗമനം കാണുമ്പോൾ നമുക്ക് അസൂയല്ല വരേണ്ടത്. അതിൽ സത്യമായിട്ട് ഉള്ളുന്ന ആത്മാർത്ഥമായിട്ട് സന്തോഷിക്കാൻ നമുക്ക് സാധിക്കണം. അപ്പോൾ നമ്മൾ വളരുന്നുണ്ടെന്നർത്ഥം, പുരോഗമിക്കുന്നുണ്ടെന്നർത്ഥം. ആത്മാവാകുന്ന കുടം തുള്ളി തുള്ളിയായിട്ട് പുണ്യം സമ്പാദിച്ച് നിറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് അർത്ഥം. അതിന് ഒരു അസൂയയും കുശുമ്പുണ്ടെങ്കിൽ അർത്ഥം എന്താ? പാത്രത്തിൽ ദ്വാരമുണ്ട്. നമ്മൾ മെഡിറ്റേഷനിലൂടെയും പുണ്യകർമ്മങ്ങളിലൂടെയൊക്കെ സമ്പാദിക്കുന്നത് പോലും ചോർന്നു പോകും. പിന്നെ ഇപ്പോൾ നമ്മൾ ആധ്യാത്മികമായിട്ടുള്ള ഔന്നത്യം പ്രാപിക്കാനാണ്. അതുകൊണ്ട് പരിശോധിക്കണം. ഇന്ന് ദുഃഖം കൊടുത്തില്ല, ദുഃഖിച്ചില്ല എന്ന് മാത്രമല്ല, ഞാൻ കാരണം ആർക്കെങ്കിലും സുഖം കിട്ടിയോ? കരയുന്ന ഒരാളുടെ കണ്ണീര് തുടയ്ക്കാൻ സാധിക്കുക, അതിൽ പരം വലിയ പുണ്യം വേറെ ഒന്നുമില്ല. അവർക്ക് നമ്മുടെ സാമീപ്യം, നമ്മുടെ 2 വാക്ക്, നമ്മുടെ പ്രസൻസിലൂടെ ആശ്വാസം കൊടുക്കാൻ സാധിക്കും. മറ്റുള്ളവരുടെ തെറ്റൊക്കെ കാണാൻ നമ്മൾ സമർത്ഥരാണ്. നമ്മുടെ എല്ലാവരുടെയും ലോങ് സൈറ്റ് വളരെ ഷാർപ്പാണ്, ഷോർട്ട് സൈറ്റ് ഡള്ളാണ്. നമ്മുടെ തെറ്റ് നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ അവരുടെ തെറ്റൊക്കെ എങ്ങനെ മനസ്സിലാക്കി? അവരങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, അവരിങ്ങനെയായിരുന്നു വേണ്ടിയിരുന്നത്. ആ ദൃഷ്ടിയോടുകൂടി നമ്മളെ നോക്കണം. നമ്മുടെ തെറ്റിനെ നമ്മൾ അഡ്വക്കേറ്റായിട്ട് ന്യായീകരിക്കാറുണ്ട്, തർക്കിച്ചും വാദിച്ചും തെറ്റിനെ ശരിയാക്കാൻ ശ്രമിക്കാറുണ്ട്. മറ്റുള്ളവരുടെ തെറ്റ് കാണുമ്പോൾ നമ്മൾ ജഡ്ജ് ആവാറുണ്ട്.
ഇങ്ങനെയാണ് വേണ്ടത്, അങ്ങനെയല്ല വേണ്ടിയിരുന്നത്, ഇതൊട്ടും ശരിയായില്ല, ജഡ്ജ് ആവാറുണ്ട്. നേരെ തിരിച്ചാണ് വേണ്ടത്. നമ്മുടെ കാര്യത്തിൽ നമ്മൾ ജഡ്ജ് ആവണം, മറ്റുള്ളവരുടെ കാര്യത്തിൽ നമ്മൾ അഡ്വക്കേറ്റ് ആവണം. പോട്ടെ, സാരമില്ല, ന്യായീകരിക്കണം, അത് ഇന്നതുകൊണ്ട് അവരുടെ സമ്മർദ്ദം കൊണ്ട് അവരങ്ങനെ ചെയ്തത്. തപസ്സുകളൊക്കെ തപസ്സിനിരിക്കുമ്പോൾ ഒന്നുകിൽ പുലിത്തോലിരിക്കും, അല്ലെങ്കിൽ മാൻതോലിൻ്റെ മുകളിലിരിക്കും. മനസ്സിൻ്റെ അവസ്ഥയുടെ സിമ്പലാണത്. നമ്മുടെ തെറ്റ് കാണുമ്പോൾ നമ്മൾ പുലി പോലെ ചാടി വീണ് അതിൻ്റെ കഥ അപ്പം തന്നെ കഴിക്കണം. ഇനി ആവർത്തിക്കാതിരിക്കത്തക്ക അളവിന് അതിന് ആരെങ്കിലും തെറ്റിയത് നമ്മൾ ഉപദേശിക്കാറില്ലേ? മക്കൾ ദേഷ്യപ്പെടുമ്പോൾ വഴക്കുണ്ടാക്കുമ്പോൾ നമ്മൾ നന്നായിട്ട് എന്തെല്ലാം പറഞ്ഞു കൊടുക്കാറുണ്ട്. ആ ഉപദേശം നമ്മൾ നമ്മളോട് തന്നെ പറയണം. ആത്മഗതമായിട്ട് നമ്മൾ നമ്മളോട് സംസാരിക്കണം. പുലിയാവണം. അപ്പം തന്നെ ഇനി അത് ആവർത്തിക്കാതിരിക്കത്തക്ക അളവിന് അതിനെ നിഗ്രഹിക്കണം, ഇല്ലാതാക്കണം. മറ്റുള്ളവരുടെ തെറ്റും കുറ്റം കാണുമ്പോൾ നമ്മൾ മാനിനെ പോലെ ആവണം. മാൻ എന്താ ചെയ്യുക? ഒരു ശബ്ദം കണ്ടാൽ ഒഴിഞ്ഞു മാറും, പിന്തിരിഞ്ഞോടും, അവിടെ നിൽക്കില്ല അത്. അതേപോലെ മറ്റുള്ളവരുടെ തെറ്റിനെ കിഴിഞ്ഞ് ചിന്തിക്കരുത്. അതിനെക്കുറിച്ച് അമിതമായിട്ട് ആലോചിച്ച് ചെറുതിനെ വലുതാക്കരുത്. വലുതിനെ പോട്ടെ, സാരമില്ല, മറ്റേ വിടുക, ചെറുതാക്കുക. അങ്ങനെ സാക്ഷി ദൃഷ്ട എന്നുള്ള കണ്ണട ഇട്ടിട്ട് വേണം ആത്മപരിശോധന ചെയ്യാനായിട്ട്. അങ്ങനെ പരിശോധിക്കുമ്പോൾ പരിവർത്തനം ഉണ്ടാവും. സപ്രസ് ചെയ്യല്ല വേണ്ടത്. കുക്കറിൽ അത് ആവി ഒട്ടും വിടാതെ ഉള്ളിൽ മുഴുവൻ ആവിയും പിടിച്ച് വയ്ക്കും. ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ ഒരു വലിയ ചീറ്റലാണ്. അതുപോലെ പറയും സാധു ദുഷ്ടൻ്റെ ഫലം ചെയ്യും എന്ന്. സപ്രസ് ചെയ്യുന്നവരുടെ അവസ്ഥ അതാണ്. പിന്നെ ഒരു പൊട്ടിത്തെറിയായിരിക്കും. എല്ലാം കൂടെ ചേർന്നിട്ട് 10 കൊല്ലം മുമ്പ് നടന്ന കാര്യം, 15 കൊല്ലം മുമ്പത്തെ സംഭവം എല്ലാം അങ്ങ് വിളിച്ച് പറയും. കേൾക്കണവർ അമ്പരം നിന്ന് പോകും. അപ്പോൾ ഇതൊക്കെ ഉള്ളിലുണ്ടായിരുന്നോ എന്നവർ അതിശയിക്കും. അങ്ങനെ അല്ലാണ്ട് നമ്മളെ പരിവർത്തനപ്പെടുത്തിയെടുക്കുക. ജ്ഞാനത്തിൻ്റെ ആധാരത്തിൽ, മെഡിറ്റേഷൻ്റെ ആധാരത്തിൽ നമ്മുടെ ഉള്ളിൽ പരിവർത്തനം കൊണ്ടുവരണം. സപ്രസ്സിങ് അല്ല റൈറ്റ് മെത്തേഡ്, പരിവർത്തനം കൊണ്ടുവരാം. അപ്പോൾ നമ്മൾ ചാർട്ടിൽ പരിശോധിക്കേണ്ട എന്തൊക്കെയാണ്? അതിരാവിലെ ബ്രാഹ്മ മുഹൂർത്തത്തിൽ ഞാൻ ഉണർന്നാൽ നമുക്ക് മാർക്ക് കൊടുക്കാം, 5 മാർക്ക് കൊടുക്കാം. ഉണർന്നതിനോടൊപ്പം വെറുതെ ഉണർന്നിരിക്കുകയാണോ, അതോ എന്തെങ്കിലുമൊക്കെ ചിന്തകൾ കാടുകയറിയായിരുന്നോ, അതും ഇതും വ്യർത്ഥവും നെഗറ്റീവും ഒക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, അതോ മെഡിറ്റേഷൻ ഉണ്ടായിരുന്നു? മെഡിറ്റേഷനിൽ മനസ്സ് ഏകാഗ്രമായോ, അവിടെ ഇവിടെ അലയാതെ പരമാത്മാ സ്നേഹത്തിൽ ലയിച്ചങ്ങിരിക്കാൻ പറ്റിയോ, സ്നേഹത്തോടെ ഈശ്വരനോട് സംസാരിക്കാൻ സാധിച്ചോ? അപ്പം മെഡിറ്റേഷൻ ഉണർന്നാൽ തന്നെ മാർക്കാണ്, മെഡിറ്റേഷൻ ഇരുന്നാൽ തന്നെ മാർക്കാണ്, മെഡിറ്റേഷൻ ചെയ്താൽ മാർക്കാണ്, ഏകാഗ്രതയോടെ ചെയ്ത മാർക്കാണ്, സ്നേഹത്തിൽ ലയിച്ചങ്ങ് മെഡിറ്റേഷൻ ചെയ്താൽ ഇനിയും മാർക്കാണ്. അപ്പോൾ മെഡിറ്റേഷനിൽ തന്നെ നമുക്ക് ഇത്ര മാർക്ക് കൊടുക്കാം. കഴിഞ്ഞ ബ്രഹ്മമായ സത്സംഗം കൊണ്ട് ഡെയിലി ഓരോ മഹാവാക്യവും രത്നങ്ങൾക്ക് സമാനമാണ്. ആ രത്നം പിന്നെയും കാശ് കൊടുത്താൽ കിട്ടും. പക്ഷേ ഇത് അമൂല്യമായിട്ടുള്ള രത്നങ്ങളാണ്, കാശ് കൊടുത്ത് വാങ്ങാൻ പറ്റുന്നതല്ല. മെഡിസിൻ ഡോക്ടർ 1 മാസത്തേക്ക് മെഡിസിൻ തന്നാൽ ഒറ്റയടിക്ക് അത് കഴിക്കുമോ? കഴിച്ചാൽ ആപത്തല്ലേ? ബിപിയുടെ ഗുളിക ഒറ്റയടിക്ക് കഴിച്ചാൽ ചത്തുപോകും മനുഷ്യൻ. ഡോസ് ബൈ ഡോസാണ് കഴിക്കേണ്ടത്. അതേപോലെ അന്നത്തെ ക്ലാസ് അന്നു തന്നെ കേൾക്കണം. നാളത്തേക്ക് മറ്റന്നാളത്തേക്ക് ഇത് മാറ്റി വയ്ക്കരുത്. ഇവിടെ ക്ലാസ്സുകൾ വായിക്കാനും കിട്ടും, നമുക്ക് ബുക്ക്ലെറ്റ് ഉണ്ട്, അത് വായിക്കാനും കിട്ടും. അന്നത്തെ ഡേറ്റ് ഇട്ടിട്ട് മൗണ്ടബിൾ നിന്ന് അയച്ചു തരുന്നതാണ്. ഇൻ അഡ്വാൻസ് അത് പ്രിൻ്റ് ചെയ്ത് നമുക്ക് നമ്മുടെ സ്വന്തം ഭാഷയിൽ, മലയാള ഭാഷയിൽ കിട്ടും. മൊബൈലിൽ നമുക്കത് വാട്സപ്പിലും വരും. അപ്പം ഡെയിലി സത്സംഗം അത് മനസ്സിരുത്തി ശ്രദ്ധിച്ച് വായിക്കണം. പല കാര്യങ്ങൾ ചെയ്യുന്നതിനിടയിൽ കൂടി ഇത് ഓൺ ചെയ്തിട്ടിട്ട് കേൾക്കുക, അങ്ങനെയല്ല. അതിനുവേണ്ടി സമയം കണ്ടെത്തി മാറ്റിവെച്ച് നമ്മൾ സത്സംഗം കേൾക്കണം. എന്നിട്ട് മുഖ്യമായിട്ടുള്ള പോയിൻറ്റ്സ് ഡെയിലി നമ്മൾ നോട്ട് ചെയ്തിടണം. അല്ലെങ്കിൽ നമ്മൾ വായിക്കുന്നതൊക്കെ മറന്നു പോകും. ഇത് സാധാരണ നോവൽ പോലുള്ള കാര്യങ്ങളൊന്നും അല്ലല്ലോ. നോവലൊക്കെ ആണെങ്കിൽ നമ്മൾ വള്ളിപുള്ളി തെറ്റാതെ എല്ലാം ഓർമ്മിച്ച് പറയും. ആർക്കെങ്കിലും പറഞ്ഞു കൊടുക്കണമെങ്കിൽ അങ്ങനെ പറയും. അതുപോലെയല്ല ഇത് വളരെ ഗഹനമായിട്ടുള്ള ആധ്യാത്മികമായിട്ടുള്ള തത്വങ്ങളാണ്. നോട്ട് ചെയ്തിട്ടില്ലെങ്കിൽ മറന്നു പോകും. നോട്ട് ചെയ്തിടണം. പിന്നെ നമ്മൾ എന്ത് പ്രാക്ടീസ് ചെയ്യും എന്നത് നോട്ട് ചെയ്യണം. ഇന്ന് ഞാൻ എന്താണ് ഇതെന്ന് പ്രാക്ടീസ് ചെയ്യാൻ പോണത് എന്ന്. ദിവസവും ഒരു പോയിൻ്റെങ്കിലും പ്രാക്ടീസ് ചെയ്താൽ ഒരു വർഷത്തിൽ 365 പോയിൻ്റ് പ്രാക്ടിക്കലാക്കാൻ സാധിക്കും. അതുകൊണ്ട് പ്രാക്ടിക്കലാക്കുന്ന പോയിൻ്റ് ഒന്ന് നോട്ട് ചെയ്തിടാം. പിന്നെ ട്രാഫിക് കൺട്രോൾ യോഗ ഞാൻ ചെയ്തോ, എല്ലാം ചെയ്തോ, ട്രാഫിക് കൺട്രോൾ യോഗ എത്ര എണ്ണം ചെയ്തു, അത് നമ്മൾ ചാർട്ടിൽ നോട്ട് ചെയ്യാം. ആത്മപരിശോധനയുടെ ഒരു ഭാഗമാണ് ട്രാഫിക് കൺട്രോൾ യോഗ എത്ര എണ്ണം ചെയ്തു എന്നത്. അതും പരിശോധിക്കാം. കർമ്മം ചെയ്യുമ്പോഴും ഈശ്വരൻ്റെ ഓർമ്മയുണ്ടായിരുന്നു, കർമ്മയോഗിയായിട്ടാണോ കർമ്മം ചെയ്തത് എന്ന് പരിശോധിക്കാം. സന്ധ്യാസമയത്ത് യോഗ ചെയ്തോ എന്ന് പരിശോധിക്കണം. സന്ധ്യാസമയത്ത് മെഡിറ്റേഷനിലൂടെ ആത്മാവിനെ ശക്തിശാലിയാക്കണം. പിന്നെ ആത്മാവിൽ നിന്ന് ഈശ്വരീയ ഊർജം പഞ്ചഭൂതങ്ങളിലേക്ക് പ്രസരിപ്പിച്ച് പഞ്ചഭൂതങ്ങളെ സാത്വികമാക്കണം. ഈ പഞ്ചഭൂതങ്ങൾ കൊണ്ടാണ് നമ്മുടെ ശരീരം ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത്.
അതുകൊണ്ട് പഞ്ചഭൂതങ്ങൾക്ക് നമ്മൾ യോഗദാനം കൊടുക്കുമ്പം നമ്മുടെ ദേഹവും മെഡിറ്റേഷന് അനുകൂലമായിട്ട് സേവനം ചെയ്യാൻ അനുകൂലമായിട്ടുള്ള സപ്പോർട്ട് നമുക്ക് നൽകും. അതുകൊണ്ട് പഞ്ചഭൂതങ്ങൾക്ക് യോഗദാനം ചെയ്യണം. പിന്നെ ആത്മപരിശോധന ചെയ്യണം. ഇന്ദ്രിയങ്ങളുടെ സഭ വിളിച്ചു കൂട്ടിയിട്ട് കണ്ണെന്തെങ്കിലും തെറ്റ് ചെയ്തോ, ആവശ്യമില്ലാത്ത സ്ഥലത്തേക്ക് കണ്ണു പോയോ, നാക്കുകൊണ്ട് പരദൂഷണം പറഞ്ഞോ, ആവശ്യമില്ലാത്ത ആത്മാവിന് നഷ്ടം ഉണ്ടാക്കുന്ന തമോ പ്രധാനമായിട്ടുള്ള ആഹാരത്തിനോട് ആസക്തി ഉണ്ടായിരുന്നു, അത് കഴിച്ചോ, അല്ലെങ്കിൽ ആഗ്രഹിക്കെങ്കിലും ചെയ്തോ, മദ്യവും മയക്കുമരുന്നും നോൺ വെജിറ്റേറിയനും ഇതൊക്കെ ആത്മാവിനെ അധപതിപ്പിക്കുന്ന ആഹാരമാണ്. അതൊന്നും കഴിച്ചില്ലല്ലോ, അതിനോടൊന്നും താല്പര്യം ഉണ്ടായിരുന്നില്ലല്ലോ. പിന്നെ ചെവി വേണ്ടാത്ത പരദൂഷണം കേട്ടോ, നാക്കുകൊണ്ട് പരദൂഷണം പറഞ്ഞോ, ഏതെങ്കിലും ഇന്ദ്രിയങ്ങൾ തെറ്റ് ചെയ്തോ എന്ന് ജഡ്ജായിട്ടിരുന്നിട്ട് സാക്ഷിക്കൂട്ടിൽ ഓരോ ഇന്ദ്രിയത്തെയും കയറ്റി നിർത്തിയിട്ട് പരിശോധിക്കണം. ആത്മരാജാവാണ്. ഇതെല്ലാം നമ്മുടെ ഭടന്മാരാണ്. അവരെല്ലാം ശരിക്ക് തൻ്റെ കർമ്മം നിർവഹിച്ചോ എന്ന് ആത്മപരിശോധന ചെയ്യണം. ബ്രഹ്മകുമാരീസിൻ്റെ സ്ഥാപകനായിട്ടുള്ള ബ്രഹ്മബാബ ബ്രഹ്മകുമാരീസ് പ്രസ്ഥാനം തുടങ്ങും മുമ്പ് തന്നെ അദ്ദേഹത്തിൻ്റെ ഡയറിയിൽ ചില ഭാഗങ്ങളൊക്കെ ഞങ്ങൾ വായിച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരു ദിവസം രാത്രിയിൽ ഉറങ്ങുന്നതിന് മുമ്പായിട്ട് അദ്ദേഹം ജഡ്ജിൻ്റെ കസേരയിലിരിക്കും. എന്നിട്ട് ഓരോ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ബുദ്ധിയെയും സ്വഭാവത്തെയൊക്കെ സാക്ഷിക്കൂട്ടിൽ കയറ്റി നിർത്തും. എന്നിട്ട് വിസ്തരിക്കും. നീ ഇന്ന് ഇന്നത് ചെയ്തു, അതെന്തിനാണ് നീ അങ്ങനെ ചെയ്തത്, നീ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നല്ലോ, ഇങ്ങനെയായിരുന്നില്ലേ വേണ്ടിയിരുന്നത്, പിന്നെ ഇത് അങ്ങനെ ചെയ്തത് എന്നൊക്കെ വിസ്തരിക്കും. എന്നിട്ട് ഇനി ഇങ്ങനെ ചെയ്യരുതെന്ന് താക്കീത് കൊടുക്കും. എന്നിട്ട് അതിന് ശിക്ഷയും കൊടുക്കും. ശിക്ഷ എന്താ? ബ്രഹ്മബാബയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ക്യാൻസൽ. നമ്മളതുപോലെ നമ്മുടെ ഇന്ദ്രിയങ്ങളെ ചെക്ക് ചെയ്യണം. ഇന്ന് ഏതെങ്കിലും ഇന്ദ്രിയം ചഞ്ചലത കാണിച്ചോ, ഏതെങ്കിലും ഇന്ദ്രിയം നിയമവിരുദ്ധമായിട്ടുള്ള ധർമ്മത്തിന് വിരുദ്ധമായിട്ടുള്ള എന്തെങ്കിലും പ്രവൃത്തി ചെയ്തോ, മനസ്സിൽ ധർമ്മത്തിന് വിരുദ്ധമായിട്ടുള്ള എന്തെങ്കിലും വിചാരങ്ങളുണ്ടായോ, ബുദ്ധി എന്തെങ്കിലും തെറ്റായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്തോ, എൻ്റെ സ്വഭാവം എങ്ങനെയുള്ളതായിരുന്നു എന്നെല്ലാം നമ്മൾ രാത്രി ഉറങ്ങുന്നതായിട്ട് പരിശോധിക്കണം. എല്ലാം പരിശോധിച്ചതിന് ശേഷം ഇന്ദ്രിയങ്ങൾക്ക് ആജ്ഞാപിക്കണം, ഓർഡർ കൊടുക്കണം. നീ ഇനി ഇങ്ങനെ കാണരുത്, ഇന്നത് കാണരുത്, ഇന്നത് കേൾക്കരുത്, ഇന്നത് മിണ്ടരുത്, സംസാരിക്കരുത് എന്നൊക്കെ ആജ്ഞാപിക്കണം, ഓർഡർ കൊടുക്കണം. അതിനുശേഷം ഈശ്വരന് കത്തെഴുതുക. കത്തിൽ നമ്മുടെ പകൽ മുഴുവനുണ്ടായിരുന്ന ഈ കാര്യങ്ങളൊക്കെ, ചാർട്ടിൽ എഴുതിയ കാര്യങ്ങൾ, നമ്മൾ ആത്മപരിശോധന ചെയ്തപ്പോൾ കണ്ട കാര്യങ്ങൾ എല്ലാം ഭഗവാനോട് പറയാം. അല്ല, നമുക്ക് പ്രിയപ്പെട്ടവരോട് നമ്മൾ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ പറയാറില്ലേ? കുട്ടികൾ സ്കൂളിൽ നിന്ന് വന്ന ഉടനെ സ്കൂളിലത്തെ എല്ലാ കാര്യങ്ങളും അമ്മയോട് പറയില്ലേ? അതേപോലെ നമ്മൾ എല്ലാ കാര്യങ്ങളും ഈശ്വരനോട് എഴുത്തിലൂടെ അറിയിക്കുക, ഈശ്വരനെ അറിയിക്കുക. ഇനി അങ്ങനെ വരാതിരിക്കാനുള്ള ശക്തി ഭഗവാൻ നൽകുന്നതായിട്ട് പിന്നെ മെഡിറ്റേഷൻ ചെയ്യണം. ഭഗവാന്റെ പവർ നമ്മളിലേക്ക് വീഴുന്നതായിട്ടും അത് ആവർത്തിക്കാതിരിക്കാനുള്ള ശക്തി നമ്മളിൽ ഈശ്വരൻ നിറയ്ക്കുന്നതായിട്ടും. ഇപ്പോൾ ദേഷ്യം ഉണ്ടെങ്കിൽ സ്നേഹം നിറയുമ്പോൾ ദേഷ്യം താനേ ഇല്ലാണ്ടാകും. വിനയം നിറയുമ്പോൾ അഹങ്കാരം താനേ ഇല്ലാണ്ടാകും. ഈശ്വരൻ ആ വിനയമാകുന്ന ഗുണം, സ്നേഹമാകുന്ന ഗുണം പ്രകാശകിരണങ്ങളായിട്ട് നമ്മൾ നിറയ്ക്കുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്യാം. അങ്ങനെ ഭഗവാൻ എല്ലാം എഴുതി അറിയിച്ചതിന് ശേഷം മനസ്സിനെ കാലിയാക്കുക, ഫ്രീ ആവുക. നമ്മൾ ഏറ്റവും വലിയ ശക്തിയോടെ എല്ലാം പറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ മനസ്സിലത്തെ ഭാരമൊക്കെ ഇറങ്ങും. മനസ്സിനെ ഫ്രീ ആക്കിയിട്ട് കൊച്ചു കുട്ടിയായിട്ട് മാറിയിട്ട്, ഒരു കുട്ടി അമ്മയുടെ മടിയിൽ ഉറങ്ങുന്നത് എങ്ങനെ ഉറങ്ങുക, എത്ര സേഫ്റ്റി സെക്യൂരിറ്റി ഫീലിങ്ങോടുകൂടി, എത്ര നിശ്ചിന്തമായിട്ട്, എത്ര ശാന്തമായിട്ട് ഉറങ്ങുന്നത്. അതുപോലെ ഞാൻ പരമാത്മാ അമ്മയാണ്, അമ്മയുടെ മടിയിൽ ഒരു പിഞ്ചു കുഞ്ഞായിട്ട് ഉറങ്ങുകയാണ് എന്ന സ്മൃതിയിലാണ് ഉറങ്ങാൻ. ഉറങ്ങുന്നതും ഇവിടെ ഒന്നും കിടന്ന് ഉറങ്ങരുത്. ഈ ദേഹം ബെഡാകുന്ന ഷെഡിൽ, നമ്മളങ്ങ് വണ്ടി ഷെഡിലിടില്ലേ, അല്ല ഷെഡിൽ ഉണ്ട്. പക്ഷെ ആത്മാവ് പരംധാമത്തിൽ അച്ഛനും അമ്മയുമായ ഭഗവാന്റെ സന്നിധിയിൽ, ഭഗവാന്റെ മടിയിൽ വിശ്രമിക്കുകയാണ് എന്ന് മനസ്സിലാക്കിയിട്ട് വിഷ്വലൈസ് ചെയ്യാതെ അവിടെ പോയിട്ട് പരമാത്മാ ഉജ്ജ്വലമായിട്ടുള്ള പരമജ്യോതിപ്രകാശ സ്വരൂപത്തിൽ ഉള്ള ഈശ്വരനെ മനസ്സിൽ കണ്ടിട്ട് നമ്മളും ജ്യോതിയാണ്, ആ ജ്യോതിയായിട്ട് ആ വെളിച്ചത്തിൽ, ആ പ്രകാശത്തിൽ കിടന്ന് ഉറങ്ങുന്നതായിട്ട് കണ്ടിട്ട് വിഷ്വലൈസ് ചെയ്യാം. അങ്ങനെ വിശ്രമിക്കുക. രാത്രി ഉറങ്ങുമ്പോൾ, ഉറങ്ങുന്ന തൊട്ട് മുമ്പായിട്ട് ഭഗവാനോട് ഗുഡ് നൈറ്റ് ബാബ എന്ന് പറയാം. രാവിലെ ഗുഡ് മോർണിംഗ് പറഞ്ഞ് തുടങ്ങിയതുപോലെ തന്നെ രാത്രിയും ശുഭരാത്രി എന്ന് ഈശ്വരനോട് പറഞ്ഞിട്ട് വേണം ഉറക്കത്തിലേക്ക് അങ്ങ് വഴുതി വീഴാനായിട്ട്. ഈശ്വരനോട് വർത്തമാനം പറഞ്ഞുകൊണ്ട് തന്നെ അങ്ങനെ ഉറങ്ങണം. ഉണർന്ന അവസ്ഥയിൽ നിന്ന് ഉറക്കത്തിലേക്ക് പോകുന്നത് ഭഗവാനോട് സംസാരിച്ചുകൊണ്ടായിരിക്കണം. അങ്ങനെ ഉറക്കത്തിലേക്ക് പോകുക. ഇത് നമ്മുടെ ഒരു ശീലമാക്കി മാറ്റുക. അപ്പോൾ രാവിലെ തൊട്ട് രാത്രി വരയ്ക്കും ആധ്യാത്മികതയും നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് മാറും. അപ്പോൾ ആർക്കാണോ വളരെ ഫാസ്റ്റായിട്ട് പുരോഗമിക്കണം എന്ന് ആഗ്രഹമുള്ളത്, അവർ ഇതിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും എല്ലാം ചെയ്യാം. ഇനി ആർക്കാണോ എന്തൊക്കെ പറ്റും അത്ര ചെയ്യാം. എല്ലാം ചെയ്യാൻ പറ്റാത്തവർ സാരമില്ല, എത്ര സാധിക്കും അത്ര ചെയ്യാം. നമ്മൾ എത്ര ചെയ്യുന്നോ അതിനനുസരിച്ചുള്ള പ്രാപ്തി നമുക്കുണ്ടാവും. ഒരാൾ 10ാം ക്ലാസ് വരെ പഠിച്ചുള്ളൂ, SLC പഠിച്ചുള്ളൂ, ഡിഗ്രിക്ക് പോയില്ല, പക്ഷേ SLCയുടെ ഗുണം അയാൾക്കുണ്ടല്ലോ. MA പഠിച്ച ആൾക്ക് MAയുടെ ഗുണമുണ്ട്, SLC പഠിച്ച ആൾക്ക് അത്ര ഗുണമുണ്ട്. അതുപോലെ എന്ത് ചെയ്യുന്നു, സംതിങ് ഈസ് ബെറ്റർ ദാൻ നത്തിങ്. ഒന്നും ചെയ്യാത്തേക്കാൾ ഭേദമാണല്ലോ. എന്ത് ചെയ്യുന്നു അത്ര നേട്ടം ഉണ്ടാവും.
അതുകൊണ്ട് നമുക്ക് എന്തൊക്കെ സാധിക്കുമോ പരമാവധി അതെല്ലാം ചെയ്യാൻ അറ്റൻഷൻ വയ്ക്കുക. ഓം ശാന്തി.